ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡ് ന്യൂ SCERT-യിലെ ആസിഡ് ബേസ് ലവണങ്ങൾ എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പൊ ആ ഫസ്റ്റ് പാർട്ട് നമ്മൾ ആസിഡുകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചല്ലോ. ഇന്ന് നമുക്ക് ബേസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബേസുകളെ കുറിച്ച് നമുക്ക് അറിയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ചെറിയ ചെറിയ ചാപ്റ്ററുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബേസുകളുടെ പൊതുവായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നുണ്ട്. റെഡിനെ ബ്ലൂ ആക്കുന്നത് ബേസ് ആണ്. അതിന് വഴുവഴുപ്പുണ്ട്, കാരരുചിയുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. അതായത് നന്നായി ഉരിച്ച് വൃത്തിയാക്കിയ ഒരു മഗ്നീഷ്യം റിബൺ എടുക്കുകയാണ്, അത് കത്തിക്കുകയാണ്. കത്തിക്കുമ്പോൾ അവിടെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, ഒരു വെളുത്ത ഒരു പൊടി, ഒരു വൈറ്റ് പൗഡർ ഫോം ചെയ്യും. വൈറ്റ് പൗഡർ ഫോം ചെയ്യും. ആ പൗഡർ എന്താണ്? മഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ഇനി ഈ മഗ്നീഷ്യം ഓക്സൈഡിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അവിടെ ഫോം ചെയ്യും. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഈ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ബേസിക സ്വഭാവമുള്ള ഒരു വസ്തുവാണ് കേട്ടോ, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ അത് ഓക്കെ. ഇനി അടുത്തത് ഒരു ബീക്കർ എടുക്കുക. ആ ബീക്കറിൽ കുറച്ച് ജലമുണ്ട്. ആ ജലത്തിലേക്ക് നീറ്റ് കക്ക അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് ചേർത്ത് ഇളക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട്, അതിൽ തെളിഞ്ഞ ലായനി കുറച്ച് എടുത്തിട്ട് ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുക. അതിലേക്ക് ഒരു തുള്ളി ചുവന്ന ലിറ്റ്മസ് ലായനി ചേർക്കുക. എന്താണ് അവിടെ ഫോം ചെയ്യുന്നത് നോക്കിയേ. കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ നീറ്റ് കക്കയിലേക്ക് ജലം ചേർത്തു, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്തു. അപ്പോൾ ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡും ജലവും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് അവിടെ ഫോം ചെയ്തത്. ഈ ഫോം ചെയ്ത കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യും? ഇത് എന്ത് സ്വഭാവമായിരിക്കും? ഇതിന് ബേസിക സ്വഭാവമായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഒരു റെഡ് ലിറ്റ്മസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ ലായനി പരത്തി നോക്കുകയാണെങ്കിൽ ആ റെഡ് ലിറ്റ്മസ് എന്തായിട്ടുണ്ടാവും? ബ്ലൂ കളർ ആയിരിക്കും കാണിക്കുക. നമുക്കറിയാം ബേസിക സ്വഭാവമുള്ള വസ്തുക്കളെല്ലാം എന്താ ചെയ്യുന്നത്? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുകയാണ് ചെയ്യുക. ഇനി കാൽസ്യം ഓക്സൈഡ്, നമ്മൾ നേരത്തെ എടുത്ത മഗ്നീഷ്യം ഓക്സൈഡ്, ഇവയൊക്കെ എന്താണ്? ലോഹ ഓക്സൈഡുകളാണ്. പൊതുവെ ലോഹ ഓക്സൈഡുകൾ, കാൽസ്യം, മഗ്നീഷ്യം എന്നീ പറയുന്ന ലോഹങ്ങൾ ഓക്സിജനുമായി ചേർന്ന് ലോഹ ഓക്സൈഡുകൾ ഫോം ചെയ്തു. ഈ ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക സ്വഭാവമാണ് കാണിക്കുന്നത്. ഓർത്തു വെച്ചേക്കണേ, ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക സ്വഭാവമാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പോയിന്റ് പഠിച്ചു. എന്താണ്? അലോഹ ഓക്സൈഡുകൾ പൊതുവെ എന്താണ്? അസിഡിക് സ്വഭാവമാണ് കാണിക്കുന്നത് എന്നൊരു പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു പോയിന്റ് പഠിച്ചു. ഇതും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കാം. ലോഹ ഓക്സൈഡുകൾ ആണെങ്കിൽ പൊതുവെ ബേസിക സ്വഭാവവും, അലോഹ ഓക്സൈഡുകൾ ആണെങ്കിൽ അതിന് അസിഡിക് സ്വഭാവമായിരിക്കും ഉണ്ടാവുക. ഇനി എന്താണ് ബേസ് ആൽക്കലി തമ്മിലുള്ള ഡിഫറൻസ്? ജലത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് എന്ത് പറയുക? ആൽക്കലികൾ എന്ന് പറയുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എല്ലാ ബേസുകളും ജലത്തിൽ ലയിക്കില്ല എന്നല്ലേ. അപ്പൊ ജലത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് ആൽക്കലികൾ എന്ന് പറയുന്നത്. ബേസ് ആൽക്കലി തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ. ഇനി ഇത് ഇപ്പുറത്തെ ഒരു ബോക്സ് വന്നിട്ടില്ല. ആ ബോക്സിലേക്ക് വന്നേ. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായി ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല പോയിന്റുകളും അതിലുണ്ട്. അതാണ് ഡിഫറെന്റ് കളേഴ്സിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. എല്ലാ ബേസുകളും ആൽക്കലികളല്ല. കാരണം എന്താണ്? ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലി. ജലത്തിൽ ലയിക്കാത്ത ബേസുകൾ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. എല്ലാ ബേസുകളും എന്തല്ല? ആൽക്കലികളല്ല. പക്ഷെ എല്ലാ ആൽക്കലികളും എന്താണ്? ബേസുകളാണ്. ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ. അപ്പൊ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം NaOH, KOH, CaOH2 ഇതൊക്കെ എന്താണ്? ആൽക്കലികൾക്ക് ഉദാഹരണമാണ്. എന്നാൽ FeOH3, MgOH2 എന്നിവ ബേസുകളാണെങ്കിലും അത് ജലത്തിൽ ലയിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ബേസ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇതിനെ ആൽക്കലി എന്ന് പറയാനായിട്ട് പറ്റൂല. മനസ്സിലായോ? ജലത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് ആൽക്കലി എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഇവയൊക്കെ എന്തായിട്ട് മാറും? എന്നിവ ആൽക്കലികളാണ്. ഈ FeOH3ഉം MgOH2 ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല? ബേസുകളാണ്, പക്ഷെ ജലത്തിൽ ലയിക്കില്ല. അപ്പൊ അതുകൊണ്ട് ആൽക്കലി എന്ന് പറയാനായിട്ട് പറ്റില്ല. മനസ്സിലായല്ലോ? ഇനി ലോഹ ഓക്സൈഡുകൾ നമ്മൾ പഠിച്ചു. ലോഹ ഓക്സൈഡുകൾക്ക് പൊതുവെ എന്ത് സ്വഭാവമാണ്? ബേസിക സ്വഭാവം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ചുരുക്കം ചില ഓക്സൈഡുകൾക്ക് ആസിഡിന്റെയും ബേസിന്റെയും സ്വഭാവം ഉണ്ടായിരിക്കും. ചില ഓക്സൈഡുകൾക്ക് ആസിഡിന്റെയും ബേസിന്റെയും സ്വഭാവം ഉണ്ടായിരിക്കും. ഇവയാണ് ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് പറയുന്നത്. ആംഫോട്ടറിക് ഓക്സൈഡ് എന്താണ്? ചില ഓക്സൈഡുകൾക്ക് ആസിഡിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും, ബേസിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. അതിന് നമ്മൾ എന്ത് പറയും? ആംഫോട്ടറിക് ഇൻ നേച്ചർ എന്ന് പറയും. ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന് പറയും. ക്ലിയർ ആയോ? ഓക്കെ. അവയ്ക്ക് ആസിഡുമായിട്ടും ബേസുമായിട്ടും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ചത് Al2O3. നോക്കാട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. Al2O3, ZNO, V2O5, ZNO റിപ്പീറ്റ് ചെയ്താൽ ഞാൻ അടിച്ചു അല്ലെ. ഓക്കെ. MnO2 ഇതൊക്കെ എന്താണ്? ആംഫോട്ടറിക് നേച്ചർ ഉള്ളവയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആംഫോട്ടറിക് ഓക്സൈഡുകളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഏതൊക്കെയാണ്? Al2O3 അലുമിനിയം ഓക്സൈഡ്, സിങ്ക് ഓക്സൈഡ്, വനേഡിയം പെന്റോക്സൈഡ്,
MnO2. എന്താണ് MnO2? മാംഗനീസ് ഓക്സൈഡ്. മാംഗനീസ് ഓക്സൈഡ്. ഇത് കൂടാതെ ഉണ്ട് കേട്ടോ. അപ്പൊ അംഫോട്ടറിക് ഓക്സൈഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് താഴെ തന്നിട്ടുള്ളതിൽ അംഫോട്ടറിക് ഓക്സൈഡ് ഏത് എന്ന് ചോദിച്ചാൽ നമുക്കത് എഴുതാനായിട്ട് പറ്റണം. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. അലുമിനിയം ഓക്സൈഡ് ഉണ്ട്, സിങ്ക് ഓക്സൈഡ് ഉണ്ട്, വനേഡിയം പെന്റോക്സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ മാംഗനീസ് ഓക്സൈഡ് ഉണ്ട്, പിന്നെ ആന്റിമണി ഓക്സൈഡ് ഉണ്ട്, ടിൻ ഓക്സൈഡ്, ലെഡ് ഓക്സൈഡ്, ക്രോമിയം ഓക്സൈഡ്, ആർസനിക് ഓക്സൈഡ്, ബെറീലിയം ഓക്സൈഡ്, ഇതൊക്കെ അംഫോട്ടറിക് ഓക്സൈഡുകളാണ്. അപ്പൊ എന്താണ് അംഫോട്ടറിക് ഓക്സൈഡുകൾ? എന്താണ്? ചില ഓക്സൈഡുകൾക്ക് ആസിഡിന്റെയും ബേസിന്റെയും സ്വഭാവമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓക്സൈഡുകളെയാണ് അംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറയുന്നത്. അവയ്ക്ക് ആസിഡുമായിട്ടും ബേസുമായിട്ടും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞ അംഫോട്ടറിക് ഓക്സൈഡ് താഴെ തന്നതിൽ ഏതാണ് അംഫോട്ടറിക് ഓക്സൈഡ് ചോദ്യം വന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റ് നിങ്ങളൊന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. ആ പറഞ്ഞിട്ടുള്ള അംഫോട്ടറിക് ഓക്സൈഡുകൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി ന്യൂട്രൽ ഓക്സൈഡുകൾ ഉണ്ട്. എന്താണ് ന്യൂട്രൽ ഓക്സൈഡ്? നമ്മൾ പറഞ്ഞത് ചില ഓക്സൈഡുകൾക്ക് ആസിഡിന്റെയും ബേസിന്റെയും സ്വഭാവമുണ്ട്. അതിനെ അംഫോട്ടറിക് ഇൻ നേച്ചർ എന്ന് പറയും. ഇനി ആസിഡ് സ്വഭാവമോ ബേസിക് സ്വഭാവമോ ഇല്ലാത്ത ഓക്സൈഡുകളും ഉണ്ട്. അതിനെയാണ് എന്ത് പറയുക? ന്യൂട്രൽ ഓക്സൈഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ന്യൂട്രൽ ഓക്സൈഡുകൾക്ക് എന്തില്ല? ആസിഡിന്റെ സ്വഭാവവും ഇല്ല, ബേസിക സ്വഭാവവും ഇല്ല. അങ്ങനെയുള്ളതിനെയാണ് ന്യൂട്രൽ ഓക്സൈഡ് എന്ന് പറയുന്നത്. കാർബൺ മോണോക്സൈഡ്, നൈട്രിക് ഓക്സൈഡ് എന്നിവയൊക്കെ എന്താണ്? ആസിഡ് സ്വഭാവവും ഇല്ല, ബേസിക് സ്വഭാവവും ഇല്ലാത്ത ഓക്സൈഡുകളാണ്. അതുകൊണ്ട് അവയെ എന്ത് പറയും? ന്യൂട്രൽ ഓക്സൈഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഈ ബോക്സിലെ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാം, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് ഒരു മാർക്ക് നമുക്ക് എന്തായാലും കിട്ടും കേട്ടോ. എല്ലാ ബേസുകളും ആൽക്കലികളല്ല. ആൽക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്? ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലി എന്ന് പറയുന്നത്. ജലത്തിൽ ലയിക്കുന്ന ബേസുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് NaOH, KOH, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ പഠിച്ചു. എന്നാൽ ബേസുകളാണ്, പക്ഷെ അതല്ല ജലത്തിൽ ലയിക്കുന്നില്ല. ആൽക്കലി അല്ലാത്ത ഒന്ന് രണ്ടെണ്ണമാണ് എന്ത്? FeOH ത്രൈസ്, MgOH ട്വൈസ് എന്നിവയൊക്കെ. ഓക്കെ. ഇനി ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക സ്വഭാവമാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ചില ഓക്സൈഡുകൾ എന്താ? ആസിഡിന്റെയും സ്വഭാവം കാണിക്കില്ല. ആസിഡിന്റെയും സ്വഭാവം കാണിക്കില്ല, ബേസിന്റെയും സ്വഭാവം കാണിക്കില്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ ന്യൂട്രൽ ഓക്സൈഡ് എന്ന് പറയും. ഇനി ചില ഓക്സൈഡുകളാണെങ്കിൽ ആസിഡിന്റെയും ബേസിന്റെയും സ്വഭാവം കാണിക്കും, ഒരേ സമയം ആസിഡിന്റെയും ബേസിന്റെയും സ്വഭാവം കാണിക്കും. അതിനെ അംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് പറയും. അപ്പൊ അംഫോട്ടറിക് ഓക്സൈഡിന് ഉദാഹരണമായിട്ട് നമ്മൾ പഠിച്ചതാണ് Al2O3, ZnO, V2O5, SnO, PbO, MnO2, ഇതൊക്കെ അല്ലെ, BeO, ബെറീലിയം ഓക്സൈഡ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ആസിഡുകളുമായിട്ടും ബേസുകളുമായിട്ടും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ ഈ അംഫോട്ടറിക് ഓക്സൈഡുകൾക്ക് സാധിക്കും. അതവിടെ കഴിഞ്ഞു. ഇനി ഇപ്പുറത്തേക്ക് വന്നേ. സോഡിയം ഹൈഡ്രോക്സൈഡ് ജലത്തിൽ ലയിക്കുമ്പോൾ നടക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യമാണ് തന്നിരിക്കുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, അതിന് അയണൈസേഷൻ നടക്കുമ്പോൾ Na പ്ലസും OH മൈനസും ആയിട്ട് ഫോം ചെയ്യും. OH മൈനസ് എന്ന് പറയുമ്പോൾ എന്താണത്? ഹൈഡ്രോക്സൈഡ് അയോൺ ആണ്. ഹൈഡ്രോക്സൈഡ് അയോൺ ആണ് OH മൈനസ് എന്ന് പറയുന്നത്. NaOH എന്ന പദാർത്ഥം അതെന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. അത് ജലത്തിൽ ലയിക്കുമ്പോൾ അല്ലെങ്കിൽ അയണൈസേഷൻ നടക്കുമ്പോൾ Na പ്ലസ് അയോൺ ആയിട്ടും OH മൈനസ് അയോൺ ആയിട്ടും സെപ്പറേറ്റഡ് ആവുന്നു. അപ്പൊ OH മൈനസ് അയോണിനെയാണ് എന്ത് പറയുക? ഹൈഡ്രോക്സൈഡ് അയോൺ എന്ന് പറയുന്നത്. ഇനി കാൽസ്യം ഹൈഡ്രോക്സൈഡ് ജലത്തിൽ ലയിക്കുമ്പോൾ നടക്കുന്ന അയണീകരണ സമവാക്യമാണ് ഇത്. കാൽസ്യത്തിന്റെ CaOH ട്വൈസ്, അത് Ca2+ ആയിട്ടും 2OH മൈനസ് ആയിട്ടും സെപ്പറേറ്റ് ആവുന്നു. ഓക്കെ. അങ്ങനെ ആൽക്കലി എന്ന് പറയുമ്പോൾ എന്താണ്? ജലത്തിൽ ലയിക്കുന്ന ബേസുകള് സ്വതന്ത്രമാക്കുന്ന അയോണുകളാണ് ഇത് OH മൈനസ് അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് അയോൺ എന്ന് പറയുന്നത്. ഓക്കെ. ആൽക്കലികൾ ജലത്തിൽ ലയിക്കുമ്പോൾ സ്വതന്ത്രമാക്കുന്ന അയോൺ ആണ് OH മൈനസ്. ഓക്കെ. ഹൈഡ്രോക്സൈഡ് അയോൺ എന്ന് ഓർക്കുക. ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെ ആൽക്കലികൾ എന്ന് പറയുന്നു. അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു ജലീയ ലായനികളിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെ ആസിഡുകൾ എന്നാണ് പറയുന്നത്. തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുക, മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. ഹൈഡ്രോക്സൈഡ് അയോൺ ആണെങ്കിൽ ആൽക്കലി, ഹൈഡ്രജൻ അയോൺ ആണെങ്കിൽ അത് ആസിഡ്. ആ രീതിയിൽ പഠിക്കുക. ഇനി നമുക്കിവിടെ കുറച്ച് ആൽക്കലി തന്നിട്ടുണ്ട്, അതിന്റെ രാസനാമം രാസസൂത്രം തന്നിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, 3 BSc ചോദിച്ചതാ. കാസ്റ്റിക് സോഡ അതിന്റെ രാസനാമം എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH എന്ന രാസസൂത്രം. ഇനി കാസ്റ്റിക് പൊട്ടാഷ് ആണെങ്കിലോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH. ഇനി മിൽക്ക് ഓഫ് ലൈം എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡിനെയാണ് മിൽക്ക് ഓഫ് ലൈം എന്ന് പറയുന്നത്. മിൽക്ക് ഓഫ് ലൈം
ഓക്കെ, CaOH ട്വൈസ്. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, നീറ്റ് കക്ക എന്ത് ചെയ്യുക, ജലത്തിൽ ലയിപ്പിക്കുക, അപ്പൊ ഫോം ചെയ്യുന്നതാണ് എന്ത്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ അല്ലെ. നിർവീരീകരണ പ്രവർത്തനമാണ്. എന്താണ് ഈ നിർവീരീകരണം എന്ന് പറഞ്ഞാൽ? ന്യൂട്രലൈസേഷൻ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ന്യൂട്രൽ ഓക്സൈഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസിഡിക് നേച്ചറും ഇല്ല, ബേസിക് നേച്ചറും ഇല്ല. ഈ ഒരു കേസിൽ നിർവീരീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ആസിഡ് നേച്ചറും ഇല്ല, ബേസിക് നേച്ചറും ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളോട് പരാമർശിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഡയല്യൂട്ട് ചെയ്തിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡും ഡയല്യൂട്ട് ചെയ്തിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയും തമ്മിൽ ചേർത്തിട്ട് ഒരു റിയാക്ഷൻ നടത്താണ്. അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്താണ് ഫോം ചെയ്യുന്നത്, ആ ഫോം ചെയ്യുന്ന ബൈ പ്രോഡക്റ്റിന്റെ നേച്ചർ എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നോക്കിയാൽ ഹൈഡ്രോക്ലോറിക് ആസിഡും NaOH കൂടി റിയാക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് എന്താണ്? NaCl. NaCl എന്ന് പറഞ്ഞാൽ എന്താ? സോഡിയം ക്ലോറൈഡ് ആണ്. അപ്പൊ സോഡിയം ക്ലോറൈഡ് ഉപ്പ് അല്ലെ, ലവണമാണ് ഇവിടെ ഫോം ചെയ്തത്. പിന്നെ വാട്ടറും ഉണ്ട്. അപ്പൊ നോക്കിയേ, ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിച്ച് HCl എന്ന ആസിഡും NaOH എന്ന് പറയുന്ന ബേസും തമ്മിൽ പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ നഷ്ടപ്പെട്ട്, അസിഡിക് നേച്ചറും നഷ്ടപ്പെട്ട് ബേസിക് നേച്ചറും നഷ്ടപ്പെട്ട് ജലവും ലവണവും ഉണ്ടാവുന്ന രാസപ്രവർത്തനമാണ് നിർവീരീകരണ പ്രവർത്തനം, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടി ചേരുകയാണ്. അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ആസിഡിന്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും എന്നിട്ട് അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് ലവണവും ജലവും ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു പ്രോസസ്സാണ് നിർവീരീകരണം എന്ന് പറയുന്നത്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ നഷ്ടപ്പെട്ട് ജലവും ലവണവും ഉണ്ടാവുന്ന രാസപ്രവർത്തനമാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്, നമ്മുടെ ഈ ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഒരു എക്സാമ്പിൾ പോലെ പറയുകയാണ്. നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാവുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഹാരത്തിന്റെ ദഹനത്തെ സഹായിക്കുന്നുണ്ട്. ആസിഡിന്റെ അംശം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറ്റിൽ എന്ത് ചെയ്യും? വയറെരിച്ചില്, പുളിച്ചു തികട്ടല് എന്നിവയൊക്കെ ഉണ്ടാവും. അപ്പൊ നാച്ചുറലായിട്ട് നമ്മളുടെ ആ ഒരു ആമാശയത്തിന്റെ ഭിത്തികളിലുള്ള ബൈകാർബണേറ്റുകളും ശ്ലേഷ്മവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ HCl ബാലൻസ് ചെയ്ത് നിർത്തുന്നുണ്ട്. പക്ഷെ അവിടെ അതിന് ഒരു കോട്ടം തട്ടുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന വയറെരിച്ചിലും പുളിച്ചു തികട്ടലും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ആമാശയത്തിൽ അസിഡിറ്റി കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഈ തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ അസിഡിറ്റി കുറയ്ക്കണം. ഈ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഔഷധങ്ങളെയാണ് ആന്റാസിഡുകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്നറിയപ്പെടുന്ന മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് സർവ്വസാധാരണമായിട്ട് ആന്റാസിഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഡെയിലി ലൈഫിൽ നമ്മൾ ഈ ന്യൂട്രലൈസേഷൻ നമുക്ക് മനസ്സിലാവാൻ ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണ്. HCl, നമ്മുടെ ആമാശയത്തിലെ HCl, ഈ HCl എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ അളവ് കൂടുമ്പോൾ നമുക്ക് അസിഡിറ്റി പ്രോബ്ലംസ് ഉണ്ടാവുന്നു. അതിന്റെ സിംറ്റംസ് ആണ് ഈ പുളിച്ചു തികട്ടല്, വയറെരിച്ചിൽ, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ. അപ്പൊ അതൊക്കെ വരുമ്പോൾ അതിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് നമുക്ക് ആന്റാസിഡുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ആന്റാസിഡ് ആയിട്ട് സാധാരണയായി ഉപയോഗിക്കുന്നതാണ് MgOH ട്വൈസ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അതിനെയാണ് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി pH മൂല്യത്തെ കുറിച്ച് നോക്കാം. pH മൂല്യം എന്താണ്? ഈ pH എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. അത് എഴുതുന്നത് എങ്ങനെയാന്ന് കണ്ടോ? സ്മോൾ ലെറ്റർ Pയും അതിന് ജസ്റ്റ് ഒരു പവർ പോലെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ H കൊടുക്കാം. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ, pH മൂല്യം. മണ്ണിന്റെയും മറ്റു പദാർത്ഥങ്ങളുടെയും അസിഡിക് ബേസിക് സ്വഭാവത്തിന്റെ തോത് നിർണ്ണയിക്കുന്നത് pH മൂല്യം അനുസരിച്ചാണ്. അപ്പോൾ ഏതൊരു വസ്തുവാണെങ്കിലും അതിന്റെ അസിഡിക് നേച്ചർ ആണോ ബേസിക് നേച്ചർ ആണോ എന്നുള്ളത് നമ്മൾ പറയുന്നത് ഈ ഒരു pH മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഓക്കെ, pH എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് pHന്റെ ഫുൾ ഫോം. ഓക്കെ, ഇനി ഡാനിഷ് ശാസ്ത്രജ്ഞനായ സൊറൻസൺ ആണ് pH സ്കെയിൽ ആവിഷ്കരിച്ചത്. pH സ്കെയിൽ കൊണ്ടുവന്നത് ആരാണ്? സൊറൻസൺ. ലായനിയിലെ H+ അയോണിന്റെ ഗാഢത അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സ്കെയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ pH സ്കെയിലുമായി റിലേറ്റ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനുള്ള സ്കോപ്പ് ഇവിടെ ഉണ്ട്. പദാർത്ഥങ്ങളുടെ അസിഡിക് ബേസിക് നേച്ചറിന്റെ തോത് നിർണ്ണയിക്കുന്നത് അവയുടെ pH മൂല്യം കണക്കാക്കിയിട്ടാണ്. ഡാനിഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള സൊറൻസൺ ആണ് pH സ്കെയിൽ ആവിഷ്കരിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് ശാസ്ത്രീയമായിട്ട് ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ pH സ്കെയിൽ യൂസ് ചെയ്യാം. ലായനിയിലെ H+ അയോണിന്റെ ഗാഢത അടിസ്ഥാനമാക്കിയാണ് ഈ സ്കെയിൽ രൂപപ്പെടുത്തിയത്. പ്രത്യേകം ഓർക്കുക, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് മാറ്റിയിട്ട് ലായനിയിലെ OH- അയോണിന്റെ ഗാഢത അടിസ്ഥാനമാക്കിയാണ് ഈ സ്കെയിൽ രൂപപ്പെടുത്തിയത് എന്നൂടെ. ഓക്കെ, അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാം. അപ്പൊ സ്കെയിൽ ഇതാ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇവിടെ നോക്കിയേ, 7 കണ്ടോ? ഇവിടെ ഒരു 7 എന്നുള്ള നമ്പർ ഉണ്ട്. 1 മുതൽ 14 വരെയാണ് ഈ ഒരു സ്കെയിലിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ ഇവിടെ 7-ൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതെന്താണ്? ബേസ് ആണ് കാണിക്കുന്നത്. മനസ്സിലായോ? 7-ൽ നിന്ന് കൂടിയ ലായനി,
pH മൂല്യം 7ൽ നിന്ന് കൂടിയ ലായനി 7ൽ കൂടിയ ലായനി ബേസിക സ്വഭാവവും pH മൂല്യം 7ൽ കുറവുള്ള ലായനി എന്ന് പറയുന്നത് എന്താണ് അസിഡിക് നേച്ചറുമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടുന്ന് ഇങ്ങോട്ട് കുറവാണെങ്കിൽ അത് അസിഡിക് നേച്ചറും ഇപ്പുറത്തേക്കാണെങ്കിൽ അത് ബേസിക നേച്ചറുമാണ്. pH മൂല്യം 7ൽ കൂടിയ ലായനികൾ ബേസിക സ്വഭാവം കാണിക്കുന്നു. pH മൂല്യം 7ൽ കുറഞ്ഞ ലായനികൾ അസിഡിക് നേച്ചർ കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ pH 7 ആയിട്ടുള്ളതാണ് എന്ത്? അത് ന്യൂട്രൽ ആയിട്ടുള്ള നിർവീര്യ ലായനിയുടെ pH മൂല്യമാണ് 7. ഓക്കെ. അപ്പൊ pH പേപ്പറോ pH ലായനിയോ pH മീറ്ററോ ഇതിൽ ഏതെങ്കിലും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വ്യത്യസ്ത ലായനികളുടെ pH മൂല്യം കണ്ടെത്തിയിട്ട് അത് ആസിഡ് ആണോ അല്ലെങ്കിൽ ബേസ് ആണോ എന്ന് പറയാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഓക്കെ. ഇനി ഈ ഒരു ബോക്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നോക്കിയേ, പദാർത്ഥത്തിന്റെ പേര്, അതിന്റെ pH മൂല്യം അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ എന്നുകൂടി പറയണം. അപ്പൊ നാരങ്ങ നീര് എന്ന് പറയുമ്പോൾ അതറിയാം, നമുക്കറിയാം എന്താണ് അത് അസിഡിക് നേച്ചർ ആണ്. 2.2 to 2.4 ആണ് അതിന്റെ pH മൂല്യം എന്ന് പറയുന്നത്. ഇനി നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാണ് പറഞ്ഞത്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയല്യൂട്ട് ചെയ്തതാണ്. അതിൽ മറ്റൊരു സാധനം അല്ലെങ്കിൽ വാട്ടർ പോലെയുള്ള സംഭവങ്ങൾ ഒഴിച്ചിട്ട് ഡയല്യൂട്ട് ചെയ്തതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ pH എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോ ആസിഡ് ആയതുകൊണ്ട് എന്തായിരിക്കും? 7ൽ കുറവായിരിക്കും, അല്ലെ? 7ൽ കുറവായിരിക്കും. ഇനി ഇതേ ഒരു മിനിറ്റ്, ഈ ഒരു സ്കെയിലിലേക്ക് ഒന്ന് വരാം. ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് ഒരു കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കണം. എന്താണ്? നമ്മൾ പറഞ്ഞു ഇതിൽ 7 എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രൽ ആണ്. 7 ന്യൂട്രൽ ആണ്. 7ന് കുറവുള്ളതൊക്കെ ആസിഡ് ആണ്. 7ന് കൂടുതൽ അങ്ങോട്ടുള്ളത് ബേസ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു വാല്യൂ തന്നു. ആ വാല്യൂ ഒരു 3 ആണെന്നിരിക്കട്ടെ. 3 അത് എന്താണ്? 3 വാല്യൂ ഉള്ള ഒരു ലായനി നമുക്ക് തന്നു. pH മൂല്യം 3 ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ ലായനി അസിഡിക് നേച്ചർ ആണ്. ഇനി മറ്റൊരു ലായനി നമുക്ക് തന്നു. pH മൂല്യം 1 ആണ്. ഇതില് pH മൂല്യം 1 ഉള്ള ലായനിയാണോ pH മൂല്യം 3 ഉള്ള ലായനിയാണോ കൂടുതൽ അസിഡിക്? ഏതാണ്? pH മൂല്യം 1 ഉള്ള ലായനിയാണ് കൂടുതൽ അസിഡിക്. നമുക്കറിയാം pH മൂല്യം 7 ആണെങ്കിൽ അത് ന്യൂട്രൽ ആണ്. ഓക്കെ. pH മൂല്യം 7 ആണെങ്കിൽ ന്യൂട്രൽ ആണ്. 7ൽ നിന്ന് 14ലേക്ക് വരുമ്പോൾ അവിടെ ബേസിക് നേച്ചർ ആണ് കാണിക്കുന്നത്. 7ൽ കുറഞ്ഞ് 1ലേക്ക് വരുമ്പോൾ അസിഡിക് നേച്ചർ ആണ് കാണിക്കുന്നത്. ഇനി ചോദ്യം ഇതാണ്, pH മൂല്യം ഇവിടെ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലായനി നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ pH മൂല്യം 5 എന്ന് രേഖപ്പെടുത്തിയ ഒരു ലായനിയും നമുക്ക് തന്നിട്ടുണ്ട്. ഇതില് pH മൂല്യം 1 രേഖപ്പെടുത്തിയ ലായനിയാണോ അതോ pH മൂല്യം 5 രേഖപ്പെടുത്തിയ ലായനിയാണോ കൂടുതൽ അസിഡിക് എന്നുള്ളതാണ് ചോദ്യം. pH സ്കെയിൽ എന്ന് പറയുന്നത് 0 മുതൽ 14 വരെയാണ്. ഇവിടെ pH കുറയുമ്പോൾ അസിഡിക് നേച്ചർ കൂടുകയാണ് ചെയ്യുക. pH കുറവാണെങ്കിൽ അസിഡിക് നേച്ചർ കൂടും. അതായത് ഈ തന്നിട്ടുള്ള 2 സാമ്പിള്, pH മൂല്യം 1 ഉള്ള ഒരു സാമ്പിളും ഉണ്ട്, pH മൂല്യം 5 ഉള്ള ഒരു സാമ്പിളും ഉണ്ട്. ഇതിൽ മോർ അസിഡിക് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? pH മൂല്യം 1 ഉള്ള ആ ഒരു സാമ്പിൾ ആയിരിക്കും അസിഡിക് നേച്ചർ കൂടുതൽ. മനസ്സിലായോ? ഓക്കെ. അതായത് pH മൂല്യം കുറഞ്ഞു വരുമ്പോൾ അത് വളരെ ശക്തമായിട്ടുള്ള ആസിഡ് ആയിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി pH മൂല്യം കൂടി 14ലേക്ക് വരുമ്പോൾ, ഇപ്പൊ 14 മൂല്യം രേഖപ്പെടുത്തിയ ഒരു ലായനി നമുക്ക് തന്നു. 12 എന്ന് രേഖപ്പെടുത്തിയ മറ്റൊരു ലായനിയും തന്നു. ഇതിൽ കൂടുതൽ ബേസികത കാണിക്കുന്ന ലായനി ഏതാന്ന് ചോദിച്ചാൽ ഏത് പറയണം? pH മൂല്യം 14 കാണിക്കുന്ന ലായനിയാണ് കൂടുതൽ ബേസികത ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? വളരെ ശക്തമായിട്ടുള്ള ബേസ് ആയിരിക്കും pH മൂല്യം 14 ഉള്ളതിന് കമ്പയർഡ് ടു 12. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ചത് നിർവീര്യ ലായനിയുടെ pH 7 ആണ്. pH മൂല്യം 7ൽ നിന്ന് കുറയുമ്പോൾ അത് അസിഡിക് നേച്ചറും pH മൂല്യം 7ൽ നിന്ന് കൂടുമ്പോൾ അത് ബേസിക നേച്ചറും ആണെന്ന് കണ്ടെത്തി. ഇനി നമുക്ക് ഈ ഒരു ടേബിളിലേക്ക് വരാം. ഇവിടെ ഈ ടേബിളിൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചത് എന്താണ്? നാരങ്ങാനീരിന്റെ pH ആണ്. നാരങ്ങാനീരിന്റെ pH. അപ്പൊ നാരങ്ങാനീരിന്റെ pH എന്ന് പറയുന്നത് 2.2 to 2.4 ആണ് അതിന്റെ മൂല്യം. നമുക്കറിയാം അത് അസിഡിക് നേച്ചർ ആണെന്നുള്ളത് അറിയാം. ഇനി നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താണ്? ശക്തമായിട്ടുള്ള ഒരു ആസിഡാണ്. അപ്പൊ ആസിഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ pH മൂല്യം 7ൽ കുറവായിരിക്കും, അല്ലെ? അതായത് HClന്റെ pH എന്ന് പറയുമ്പോൾ ഏകദേശം 1 മുതൽ 3 വരെയാണ്. പിന്നെ ഇവിടെ നമുക്ക് തന്നത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാണ്. അപ്പൊ ആ നേർപ്പിച്ചിരിക്കുന്ന അളവിനെ അനുസരിച്ച് അതിന്റെ ആ ഒരു pH മൂല്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നേർപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിലേക്ക് വെള്ളം ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആഡ് ചെയ്യുന്ന വെള്ളത്തിന്റെ അളവനുസരിച്ച് അതിന്റെ ആ ഒരു pH മൂല്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും.
ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പി എച്ച് മൂല്യം ഏകദേശം 1 മുതൽ 3 വരെ എന്നാണ് പഠിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ കൂടുതൽ നേർപ്പിക്കുകയാണെങ്കിൽ അതിന്റെ പി എച്ച് എന്ത് ചെയ്യും? ഈ 7ന്റെ അടുത്തേക്ക് നീങ്ങി വരും. മനസ്സിലാവുന്നുണ്ടോ? വെള്ളം ഒഴിക്കുന്നതിന്റെ അളവ് അനുസരിച്ചിരിക്കും. അതാണ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് എന്ന് പറയുമ്പോൾ. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പി എച്ച് എന്ന് പറയുമ്പോൾ 1 to 3 എന്നാണ് പൊതുവെ നമ്മൾ പഠിക്കാറുള്ളത്. 1 മുതൽ 3 വരെ. മനസ്സിലായല്ലോ? ഇനി അടുത്തത്, ഇനി നേർപ്പിച്ചത് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്നതെന്ന് വെച്ചോ. ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ അതിന്റെ പി എച്ച് മൂല്യം നമ്മൾ സാധാരണയായിട്ട് 0 to 1 എന്നാണ് പറയാറുള്ളത്. കാരണം എന്താണ്? അത് കൂടുതൽ അസിഡിക് ആണെന്നുള്ളതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് അതിന്റെ ആ ഒരു പി എച്ച് മൂല്യം കുറഞ്ഞു വരും എന്നുള്ളതാണ്. പി എച്ച് വാല്യൂ കൂടും, പക്ഷെ അതിന്റെ ആ ഒരു എന്താണ്, അത് കുറഞ്ഞു വരും. അസിഡികത കുറഞ്ഞു വരും. മനസ്സിലാവുന്നുണ്ടോ? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിന് 1 to 3 വരെയാണ്. അതെന്താണ്? 7ലേക്ക് അടുക്കുമ്പോഴാണ് എന്താ പി എച്ച് മൂല്യം കുറഞ്ഞു വരുന്നത് നമ്മൾ പഠിക്കും അല്ലെ. അവിടെ ആ നമ്പർ കൂടുന്നുണ്ടെങ്കിലും അതിന്റെ ആ ഒരു വാല്യൂ അല്ലെ കുറഞ്ഞാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നേർപ്പിക്കുന്നതിനനുസരിച്ച് അതിന്റെ ആ ഒരു അസിഡിക് പ്രോപ്പർട്ടി കുറഞ്ഞു വരികയാണ് ചെയ്യുക. എന്നാൽ ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ ഏകദേശം 1 HCl ആണെങ്കിൽ 1 എന്ന രീതിയിലാണ് നമ്മൾ പി എച്ച് പഠിക്കുന്നത്. കൺഫ്യൂഷൻ ആയിട്ടില്ലല്ലോ അല്ലെ? ഓക്കെ. ഇനി അടുത്തതിലേക്ക് വരാം. ജലത്തിന് നമുക്കറിയാലോ 7 ആണ്. അതുകൊണ്ട് എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, അസിഡിക് നേച്ചർ ആണ്. ഇനി ഉപ്പ് ലായനിയും എന്ത് തന്നെയാണ്? ഉപ്പ് ലായനി എന്ന് പറയുമ്പോൾ കോമൺ സാൾട്ട് ആണ്, സോഡിയം ക്ലോറൈഡ് ആണ്. ഈ സോഡിയം ക്ലോറൈഡിന്റെ പി എച്ച് മൂല്യം ഏകദേശം 7 ആണ്. ന്യൂട്രൽ ആയിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഉപ്പ് ലായനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം NaCl. ഒന്ന് എഴുതാം. NaCl ആണ് ഉപ്പ് ലായനി അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് അല്ലെ. ഈ സോഡിയം ക്ലോറൈഡ് എന്ന ലവണം ഫോം ചെയ്തിരിക്കുന്നത് ശക്തമായിട്ടുള്ള ഒരു ആസിഡ് HCl എന്ന ആസിഡും അതുപോലെ ശക്തമായിട്ടുള്ള NaOH എന്ന് പറയുന്ന ഒരു ആൽക്കലിയും കൂടെ കൂടി ചേർന്നിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന ഈ ഒരു NaCl എന്ന് പറയുന്ന ഈ ഒരു ലവണം അല്ലെങ്കിൽ ഈ ഒരു സോൾട്ട് എന്തായിരിക്കും? ന്യൂട്രൽ സ്വഭാവമായിരിക്കും കാണിക്കുക. ശക്തമായിട്ടുള്ള ഒരു ആസിഡും ശക്തമായിട്ടുള്ള ഒരു ആൽക്കലിയും തമ്മിൽ ചേർന്നിട്ടുള്ള ലവണമാണ്. അതിന് ഒരു ന്യൂട്രൽ നേച്ചർ ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി. സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി എന്ന് പറയുന്നത് എന്താ? ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ശക്തമായിട്ടുള്ള ബേസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ആൽക്കലിയാണ് അത് കേട്ടോ, വെള്ളത്തിൽ ലയിക്കുന്നതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി. അപ്പൊ അതിന്റെ പി എച്ച് മൂല്യം ഏകദേശം 12 to 14 എന്ന രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചായിരിക്കും ഇരിക്കുക. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചാണ് നമ്മൾ ഈ പി എച്ച് പറയുന്നത്. NaOH ജലത്തിൽ ലയിക്കുമ്പോൾ അവിടെ എന്താ ചെയ്യുക? നമ്മൾ പറഞ്ഞിട്ടുണ്ട് OH അല്ലെ, OH അയോണുകളാണ് അവിടെ നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ദ്രാവകം ശക്തമായിട്ടുള്ള ബേസിക് നേച്ചർ ഉള്ളതാണ്. 12 to 14 വരെയാണ് അതിന്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇനി സോപ്പ് ലായനിയുടെ പി എച്ച്. സോപ്പ് ലായനി എന്നാൽ സോപ്പ് സൊല്യൂഷൻ. സോപ്പ് എന്ന് പറയുന്നത് ഒരു ബേസിക് നേച്ചർ ഉള്ള സാധനമാണെന്ന് നമുക്കറിയാം അല്ലെ. അതിന്റെ പി എച്ച് ഏകദേശം 9 to 11 എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. 9 to 11. ഓക്കെ അല്ലെ? ഇനി അടുത്തത്, പി എച്ച് മൂല്യം കൂടുന്നതിനനുസരിച്ച് ആസിഡ് സ്വഭാവമാണോ ബേസിക് സ്വഭാവമാണോ കൂടുന്നത്? പി എച്ച് മൂല്യം കൂടുക എന്ന് പറയുമ്പോൾ ആ ഒരു സ്കെയിലിൽ 7 to 14 വരെ ഉണ്ട് അല്ലെ. 7 to 14 ആകുമ്പോൾ ബേസായി, 0 to 7 വരെ വരുമ്പോഴേക്കും അവിടെ ആസിഡാണ്. അപ്പൊ പി എച്ച് മൂല്യം 8 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ബേസിക് നേച്ചർ ആണ്. പി എച്ച് മൂല്യം 14 എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തമായിട്ടുള്ള ബേസ് ആണ്. പി എച്ച് മൂല്യം 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തമായ ആസിഡ് ആണ്. പി എച്ച് മൂല്യം 6 ആണെങ്കിലോ അത് ആസിഡ് ആണ്, പക്ഷെ അതിന്റെ ആസിഡിക് പ്രോപ്പർട്ടി കുറവായിരിക്കും അതിന്. മനസ്സിലായോ? ഇനി 7 ആണെങ്കിലോ ന്യൂട്രലും ആയിരിക്കും. ഓക്കെ അല്ലെ? ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. കാർഷിക വിളകളുടെ ശരിയായ വളർച്ചയെ സ്വാധീനിക്കുന്ന മണ്ണിന്റെ പി എച്ച് അല്ലെ. അപ്പൊ കാർഷിക വിളയെ സ്വാധീനിക്കുന്ന മണ്ണിന്റെ പി എച്ച് വളരെയധികം സ്വാധീനിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോ ചില വിളകൾക്ക് അസിഡിക് സ്വഭാവമുള്ള മണ്ണായിരിക്കും യോജിച്ചത്. ഇപ്പൊ ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ അതിന്റെ പി എച്ച് 5 മതി. 5 വേണ്ടത്. കൂടുതൽ ഉൽപാദനം ലഭിക്കണമെങ്കിൽ പി എച്ച് 5 വേണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള റാങ്ക് ഫയലിലൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ക്യാരറ്റ്, ക്യാബേജ് അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ഏകദേശം 7 to 8 എന്നുള്ള ഒരു പി എച്ച് ആണ് വേണ്ടത്. നോർമൽ ആയിട്ട് മിക്കവാറും അധികം കൃഷികൾക്കും വേണ്ടത് 6.5 to 7.2 വരെയുള്ള ഒരു എന്താണ് പി എച്ച് മൂല്യത്തിന്റെ റേഞ്ച് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ. ഉരുളക്കിഴങ്ങൊക്കെ PSC മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ കാർഷിക വിളകളുടെ ശരിയായ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒന്നാണ് മണ്ണിന്റെ പി എച്ച്. ചില വിളകൾക്ക് അസിഡിക് സ്വഭാവമുള്ള മണ്ണാണ് യോജിച്ചത്. ഉരുളക്കിഴങ്ങ് പോലെയുള്ളതിന് അസിഡിക് സ്വഭാവമുള്ള മണ്ണാണ് യോജിച്ചത്. പക്ഷേ ചിലതിന് ബേസിക സ്വഭാവമുള്ള മണ്ണാണ് യോജിച്ചത്. അപ്പൊ ഒരു പ്രദേശത്തെ മണ്ണ് കാർഷിക വിളകൾക്ക് യോജിച്ചതാണോ എന്ന് കണ്ടെത്താൻ പി എച്ച് പരിശോധന വേണ്ടിവരും. ഓക്കെ.
അപ്പൊ pH പരിശോധന ഉറപ്പുവരുത്തേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തൊരു പോയിന്റ് പറയുന്നത് എന്താണ്? അസിഡിക് സ്വഭാവം കൂടുതലുള്ള മണ്ണാണെന്ന് വെച്ചോളൂ. നമുക്കവിടെ എന്താണ് ഈ ഒരു അസിഡിക് സ്വഭാവം കൂടുതലുള്ള മണ്ണിലാണ് നമുക്ക് കൃഷി ചെയ്യേണ്ടതെന്ന് വെക്കാം. അപ്പൊ ആ മണ്ണിൽ എന്ത് ചെയ്യും? കുമ്മായം ചേർക്കും. കുമ്മായം ചേർത്തിട്ട് അതിന്റെ അസിഡിക് പ്രോപ്പർട്ടി കുറച്ചു കൊണ്ടുവരും. ഇത് PSCയുടെ PYQ ആണ്. ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കുന്നത് എന്നുള്ളത്. അസിഡിക് സ്വഭാവം കൂടുതലുള്ള മണ്ണിലാണ് എന്ത് ചെയ്യുന്നത്? കുമ്മായം ചേർക്കുന്നത്. അതുപോലെ മണ്ണിന് ബേസിക് നേച്ചർ ആണ് കൂടുതലുള്ളതെന്ന് വെച്ചോളൂ. അപ്പൊ നമ്മൾ എന്ത് ചേർക്കണം? അതില് ആ ഒരു അസിഡിക് സ്വഭാവമുള്ള അമോണിയം സൾഫേറ്റ്, അലുമിനിയം സൾഫേറ്റ് പോലുള്ള പദാർത്ഥങ്ങൾ ചേർത്തിട്ട് അതിന്റെ ആ ബേസിക് നേച്ചർ കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. മനസ്സിലായോ? 2 പോയിന്റ് ആണ് പഠിച്ചത്. ഒന്ന്, മണ്ണിന് അസിഡിക് നേച്ചർ ആണ് ഉള്ളതെങ്കിൽ അതിൽ കുമ്മായം ചേർത്തിട്ട് ആ ഒരു അസിഡിക് നേച്ചർ കുറച്ച് കൊണ്ടുവരിക. മണ്ണിന് ബേസിക് പ്രോപ്പർട്ടി ആണ് കൂടുതലുള്ളതെങ്കിൽ എന്ത് ചെയ്യുക? അമോണിയം സൾഫേറ്റ്, അലുമിനിയം സൾഫേറ്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് മണ്ണിന്റെ ബേസികത കുറച്ച് കൊണ്ടുവരാനായിട്ടും സാധിക്കും. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ലവണങ്ങൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. ലവണങ്ങൾ, സാൾട്ടുകൾ. നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു ആസിഡും ഒരു ബേസും നിശ്ചിത അനുപാതത്തിൽ ചേരുമ്പോഴാണ് നമുക്ക് ലവണവും ജലവും കിട്ടുന്നത്. ആസിഡും ആൽക്കലികളാണ്. ആസിഡും ആൽക്കലിയും തമ്മിൽ ചേരുമ്പോഴാണ് അല്ലെ? ജലത്തിൽ ജയിച്ചാൽ മാത്രമല്ലേ നമുക്ക് ലവണമായിട്ട് കിട്ടുള്ളൂ. അപ്പൊ ആസിഡും ആൽക്കലിയും തമ്മിൽ ചേരുമ്പോഴാണ് ലവണം ഫോം ചെയ്യുന്നത്. അതോടൊപ്പം ജലവും ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു നമ്മൾ പറഞ്ഞു. മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. NaOH, സോഡിയം ഹൈഡ്രോക്സൈഡും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ NaCl-ഉം H2O, സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ലവണം അവിടെ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ? ഒരു ആസിഡും ഒരു ബേസും നിശ്ചിത അനുപാതത്തിൽ ചേർന്നുകൊണ്ട് ഒരു ലവണം അവിടെ ഫോം ചെയ്തു. ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്തുകൂടി വന്നിട്ടുണ്ട്? വാട്ടർ കൂടി ഫോം ചെയ്തിട്ടുണ്ട്. HCl, NaOH-ഉം തമ്മിൽ പ്രവർത്തിച്ചുണ്ടാവുന്ന സോഡിയം ക്ലോറൈഡ് ഒരു ലവണമാണ്. ലവണങ്ങൾ പൊതുവെ അയോണിക സംയുക്തങ്ങളാണ്. സാൾട്ട്, ലവണം എന്നാൽ സാൾട്ട്. സാൾട്ടുകൾ പൊതുവെ അയോണിക സംയുക്തങ്ങളാണ് എന്നുള്ളതൊന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി NaCl, KCl, NH4Cl, CaCl2 എന്നീ ലവണങ്ങളിലും ഹൈഡ്രോക്ലോറിക് ആസിഡിലും പൊതുവായിട്ട് അടങ്ങിയിട്ടുള്ള ക്ലോറൈഡ് അയോൺ സിൽവർ നൈട്രേറ്റുമായി പ്രവർത്തിച്ച് സിൽവർ ക്ലോറൈഡിന്റെ വെളുത്ത അവശിഷ്ടം ഉണ്ടായ ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ കാണിച്ചത്. ഇവിടെ എന്ത് മനസ്സിലാക്കണം? ക്ലോറൈഡ് അയോണുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ക്ലോറൈഡ് അയോൺ സിൽവർ നൈട്രേറ്റ്, ക്ലോറൈഡ് അയോണിനെ എന്ത് ചെയ്യണം? സിൽവർ നൈട്രേറ്റുമായിട്ട് പ്രവർത്തിപ്പിക്കണം. അപ്പൊ എന്ത് ചെയ്യും? സിൽവർ ക്ലോറൈഡിന്റെ ഒരു വെളുത്ത പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അപ്പോൾ NaCl, KCl, NH4Cl, CaCl2 ഇതിലൊക്കെ എന്തുണ്ട്? ക്ലോറൈഡ് അയോൺ ഉണ്ട്. അപ്പൊ ഇത് ഈ ലവണങ്ങളിൽ ഫോം ചെയ്തിട്ടുള്ളതിലൊക്കെ ഈ ക്ലോറൈഡ് തന്നെയാണോ അയോൺ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സിൽവർ നൈട്രേറ്റുമായിട്ട് പ്രവർത്തിപ്പിക്കുക. അപ്പൊ സിൽവർ ക്ലോറൈഡിന്റെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഇങ്ങനെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്താൽ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും ഇതിന്റെ കൂടെയുള്ള ആ ഒരു അയോൺ എന്ന് പറയുന്നത് എന്താണ്? ക്ലോറൈഡ് അയോൺ തന്നെയാണ് എന്നുള്ളത്. അപ്പൊ ക്ലോറൈഡ് അയോൺ സിൽവർ നൈട്രേറ്റുമായി പ്രവർത്തിച്ച് സിൽവർ ക്ലോറൈഡിന്റെ വെളുത്ത അവശിഷ്ടമാണ് ഉണ്ടാവുന്നത്. ഇനി ഈ ഒരു എക്സ്പെരിമെന്റ് വായിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചിട്ട് വരിക. അതിന്റെ ഫൈനൽ റിസൾട്ട് ആണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ സോഡിയം ക്ലോറൈഡ് ആണെങ്കിലും KCl ആണെങ്കിലും NH4Cl ആണെങ്കിലും CaCl2 ആണെങ്കിലും ഇതിന്റെ ഒപ്പം ഉള്ളത് ഈ Cl അല്ലെ ക്ലോറൈഡ് അയോൺ തന്നെയാണ് എന്ന് ഉറപ്പിക്കാനാണ് സിൽവർ നൈട്രേറ്റുമായിട്ട് പ്രവർത്തിപ്പിച്ച് ഇങ്ങനെ ഒരു വെളുത്ത അവശിഷ്ടം ഉണ്ടാവുമ്പോഴാണ് ഇത് ക്ലോറൈഡ് അയോൺ തന്നെയാണ് എന്ന് ഉറപ്പാക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു എക്സ്പെരിമെന്റ്. നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് അതുപോലെ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഈ 2 ലായനികൾ തമ്മിലുള്ള പ്രവർത്തനമാണ്. അപ്പൊ ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് MgSO4 ആണ് ഫോം ചെയ്യുന്നത്. ഒരു ലവണമാണ്, പ്ലസ് വാട്ടറും ഫോം ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പോ ഇവിടെ ചുവടെ തന്നിട്ടുള്ള ലവണങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ആസിഡുകളാണ്, ഏതൊക്കെ ആൽക്കലികൾ തമ്മിൽ പ്രവർത്തിച്ചിട്ടാണ് ഇങ്ങനെ ലവണം ഫോം ചെയ്തതെന്നാണ് ഇനി കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കാൽസ്യം സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു ലവണം ഫോം ചെയ്തിട്ടുണ്ട്. ഈ കാൽസ്യം സൾഫേറ്റ് എന്ന് പറയുന്ന ലവണം ഫോം ചെയ്യാൻ ഏതോ ഒരു ആസിഡും ഏതോ ഒരു ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ചിട്ടാണല്ലോ ഇങ്ങനെ ഒരു ലവണം ഫോം ചെയ്തത്. അപ്പൊ ആ ആസിഡ് ഏതാണ്, ആൽക്കലി ഏതാന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഓർക്കുക, ഒരു ലവണത്തിന്റെ പേര് നമുക്ക് തരുമ്പോൾ അതിന്റെ ഏറ്റവും അവസാന ഭാഗത്തായിരിക്കും മിക്കവാറും ആസിഡിന്റെ പേര് കൂട്ടിച്ചേർത്തിട്ടുണ്ടാവുക. ആദ്യ ഭാഗം മിക്കവാറും ബേസിന്റെ പേരായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് ഏതാണ് ബേസ് അല്ലെങ്കിൽ ഏതാണ് ആസിഡ് എന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നോക്കൂ, CaSO4. അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാണ്. ഇതിന്റെ ആദ്യ ഭാഗം എന്താണ്? ബേസും രണ്ടാമത്തെ ഭാഗം ആസിഡുമാണ്. അപ്പൊ SO4 എന്ന് വരുന്ന ആസിഡ് ഏതാണ്? H2SO4 സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ വീര്യം കൂടിയിട്ടുള്ള ഒരു ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ
ഫസ്റ്റ് ഭാഗം കാൽസ്യവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബേസ് ആണ്. അപ്പൊ കാൽസ്യവുമായി റിലേറ്റഡ് ബേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ബേസ് ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പൊ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന വീര്യം കൂടിയ ഒരു ബേസും പിന്നെ സൾഫ്യൂരിക് ആസിഡ് എന്ന വീര്യം കൂടിയ ഒരു ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാണ് എന്തുണ്ടായത്? കാൽസ്യം സൾഫേറ്റ് എന്ന ലവണം ഫോം ചെയ്തത്. അടുത്തത് അലുമിനിയം സൾഫേറ്റ്. അലുമിനിയം സൾഫേറ്റ് നോക്കാം, Al2SO4 ത്രൈസ്. ഇപ്പൊ SO4 കണ്ട അപ്പോൾ ഉറപ്പിക്കണം അതെന്താണ്? സൾഫ്യൂരിക് ആസിഡ് ആണ് അവിടെ ഒപ്പം കൂടിയിട്ടുള്ളത്. ആരുടെ കൂടെ? അലുമിനിയത്തിന്റെ കൂടെ. അപ്പൊ അലുമിനിയം പിന്നെ എന്താണ്? ഒരു ബേസ് ആണ്. അപ്പൊ എന്തായിരിക്കും? അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ വീര്യം കുറഞ്ഞ ഒരു ബേസ് ആണ്. ഇവിടെ വീര്യം കുറഞ്ഞ ഒരു ബേസും വീര്യം കൂടിയിട്ടുള്ള ഒരു ആസിഡും തമ്മിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഈ ഒരു ആൽക്കലി എന്ത് ചെയ്തു? സൾഫ്യൂരിക് ആസിഡിന്റെ കൂടെ പ്രവർത്തിച്ചിട്ടാണ് അലുമിനിയം സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു ലവണം നമുക്ക് ഫോം ചെയ്തത്, ഒരു സോൾട്ട് ഫോം ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് സോഡിയം സൾഫേറ്റ്. സൾഫേറ്റ് എന്ന പേര് കേൾക്കുമ്പോൾ ആരാണ്? ഇവിടെ സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇനി അടുത്തത് സോഡിയം. അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഇതൊക്കെ എന്താണ്? വീര്യം കൂടിയ ബേസുകളാണ്. വീര്യം കൂടിയ ബേസുകൾ ഏതൊക്കെയാ? സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇനി വീര്യം കൂടിയ ആസിഡുകളിൽ ഒന്ന് നമ്മൾ പറഞ്ഞു, ഏതാണ്? അത് സൾഫ്യൂരിക് ആസിഡ്. അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ HCl കാര്യം പറഞ്ഞു, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, പെർക്ലോറിക് ആസിഡ് എന്നൊരു ആസിഡ് ഉണ്ട്, HClO4. ഇതെല്ലാം എന്താണ്? വീര്യം കൂടിയ ആസിഡുകളാണ്. അപ്പൊ വീര്യം കൂടിയ 4 ആസിഡുകൾ, വീര്യം കൂടിയ 3 ബേസുകൾ നമ്മൾ പറഞ്ഞു. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് സാൾട്ടുകൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വീര്യം കൂടിയ ആസിഡുകളായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, പെർക്ലോറിക് ആസിഡ്. HClO4 ആണ് പെർക്ലോറിക് ആസിഡ്. ഇനി വീര്യം കൂടിയ ബേസുകളാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ് വീക്കാണ് കേട്ടോ, വീക്ക് ആയിട്ടുള്ള ഒരു ബേസ് ആണ്. പിന്നെ പൊട്ടാസ്യം, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഇതൊക്കെ എന്താണ്? വീര്യം കൂടിയ ബേസുകളാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി വീര്യം കുറഞ്ഞ ബേസുകൾ നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞു, ഏതാണ്? അലുമിനിയം ഹൈഡ്രോക്സൈഡ് വീര്യം കുറഞ്ഞ ഒരു ബേസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ അമോണിയം ഹൈഡ്രോക്സൈഡും വീര്യം കുറഞ്ഞ ഒരു ബേസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ആസിഡും ബേസും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ലവണങ്ങൾ ഫോം ചെയ്യുന്നത്. അപ്പൊ ആസിഡ് ബേസ് തമ്മിൽ കോമ്പിനേഷൻ വരുന്നത് പഠിക്കണമെങ്കിൽ വീര്യം കൂടിയ ആസിഡ് ഏതാണ്, വീര്യം കുറഞ്ഞ ആസിഡ് ഏതാണ്, വീര്യം കൂടിയ ബേസ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് അമോണിയം സൾഫേറ്റ് ടെസ്റ്റ് ട്യൂബിൽ എടുത്ത ശേഷം വെള്ളമൊഴിച്ച് നന്നായിട്ട് ലയിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് ബേരിയം ക്ലോറൈഡ് ലായനി ഒഴിക്കുക. എന്താണ് നിരീക്ഷിക്കാനായിട്ട് കഴിഞ്ഞത്? നോക്കിയേ, അമോണിയം സൾഫേറ്റ് ആണ്. അമോണിയം സൾഫേറ്റ് ടെസ്റ്റ് ട്യൂബിൽ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നോക്കൂ, അപ്പോൾ അതിന്റെ റിസൾട്ട് ആയിട്ട് എന്താണ് വന്നിരിക്കുന്നത് നോക്കാം. സൾഫേറ്റ് അയോൺ ബേരിയം ക്ലോറൈഡ് ലായനി, ബേരിയം ക്ലോറൈഡ് ലായനിയുമായി പ്രവർത്തിച്ച് ബേരിയം സൾഫേറ്റ് ഉണ്ടാവുന്നതാണ് പ്രവർത്തനം. അപ്പൊ അതിന്റെ ഫൈനൽ റിസൾട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഈ NH4 ട്വൈസ് SO4, അതായത് അമോണിയം സൾഫേറ്റ്, ഈ അമോണിയം സൾഫേറ്റിലേക്ക് ജലം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് ബേരിയം ക്ലോറൈഡ് ലായനി കൂടി ചേർക്കാനാണ്. അപ്പൊ ഇവിടെ ഫോം ചെയ്തിട്ടുള്ള സൾഫേറ്റ് അയോൺ, വെള്ളം ഒഴിക്കുമ്പോൾ അവിടെ അയണൈസേഷൻ പ്രവർത്തനം നടക്കും, അവിടെ സൾഫേറ്റ് അയോൺ ഫോം ചെയ്യും. എന്നിട്ട് ബേരിയം ക്ലോറൈഡ് അതിലേക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ ബേരിയം ക്ലോറൈഡ് ലായനിയുമായിട്ട് ഈ സൾഫേറ്റ് അയോൺ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിച്ച് ബേരിയം സൾഫേറ്റ് ഉണ്ടാകും. അതാണ് അവിടെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഒരു എന്താണ്? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അതാണ് ആ വെളുത്ത അവശിഷ്ടം എന്ന് പറയുന്നത്. ഏതൊക്കെ? സൾഫേറ്റ് അയോണും ബേരിയം ക്ലോറൈഡ് ലായനിയുമായി പ്രവർത്തിച്ച് ബേരിയം സൾഫേറ്റ് ഉണ്ടാവുന്നതിന്റെ ആ ഒരു ബൈ പ്രോഡക്റ്റ് ബേരിയം സൾഫേറ്റ് ആണ് അവിടെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയി ഫോം ചെയ്തത്. ഈ ബേരിയം സൾഫേറ്റിലേക്ക് പിന്നെ എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടി ചേർക്കുക. അപ്പൊ അങ്ങനെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി അവിടെ പ്രവർത്തനം ഇല്ല. അപ്പൊ നമുക്ക് ഉറപ്പായി എന്ത്? അത് ബേരിയം സൾഫേറ്റ് തന്നെയാണ് എന്ന് ഉറപ്പായി. ഇപ്പൊ സാൾട്ട് നമ്മൾ +1 +2 കെമിസ്ട്രി ലാബുകളിൽ ചെയ്യാറുണ്ട് സാൾട്ട്, അല്ലെ? സാൾട്ടിന്റെ എക്സ്പെരിമെന്റുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത് ഈ സംഭവം നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണോ എന്ന് നമുക്ക് സാൾട്ട് വന്നിട്ട് അതിന്റെ പേരെന്താന്ന് കണ്ടെത്തണ്ടേ നമ്മളെ റെക്കോർഡ് എക്സാമിന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യും? ഓരോന്ന് നമ്മൾ ചേർത്തിട്ട്, ഓരോ സംഭവങ്ങൾ നമ്മൾ ചേർത്തിട്ട് അത് ഇന്നത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാറുണ്ട്. അപ്പൊ അതുപോലെ ഒരു പരീക്ഷണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഈ ബേരിയം സൾഫേറ്റ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഫൈനൽ റിസൾട്ട്. ഓക്കെ, ഇനി അടുത്തത് സോഡിയം ഹൈഡ്രോക്സൈഡും നേർപ്പിച്ച നൈട്രിക് ആസിഡും തമ്മിലുള്ള ഒരു റിയാക്ഷൻ ആണ് നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. നോക്കാം എന്താണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ഉം
HNO3 നൈട്രിക് ആസിഡ് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അവിടെ സോഡിയം നൈട്രേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഒരു ലവണാണ്, സോഡിയം നൈട്രേറ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്, കൂടെ വാട്ടറും ഫോം ചെയ്യും. ഇനി ഇവിടെ ഫോം ചെയ്തത് സോഡിയം നൈട്രേറ്റ് എന്ന ലവണമാണ്. ഇനി നൈട്രേറ്റ് ലവണത്തെ തിരിച്ചറിയാൻ വേണ്ടി നടത്തുന്ന ഒരു പരീക്ഷണമുണ്ട്. ആ പരീക്ഷണത്തിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്നത് ഇതാണ്, നോക്കാം. നൈട്രേറ്റ് അയോൺ പുതുതായി നിർമ്മിച്ച ഫെറസ് സൾഫേറ്റ് ലായനി, ഗാഢ സൾഫ്യൂരിക് ആസിഡ് എന്നിവയുമായി പ്രവർത്തിക്കുമ്പോൾ ഈ രണ്ട് ദ്രാവകങ്ങൾക്കുമിടയിൽ ഒരു തവിട്ട് നിറത്തിലുള്ള വലയം വന്നിട്ടുണ്ടോ നോക്കാം. ആ വലയം വന്നിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്? നൈട്രേറ്റ് അയോൺ ആണ്. അതായത് ഈ ഫെറസ് സൾഫേറ്റ്, ഈ ഫെറസ് സൾഫേറ്റ് എന്ന് പറയുന്ന ലായനി നമുക്ക് ഒരുപാട് കാലത്തേക്ക് അങ്ങനെ ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇതിനകത്ത് ഈ ഫെറസ് സൾഫേറ്റിനകത്തുള്ള ഈ അയോൺ Fe2+ അയോൺ എന്ത് ചെയ്യും? വായുവുമായിട്ടൊക്കെ സമ്പർക്കത്തിൽ വരുമ്പോൾ, ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് Fe3+ അയോൺ ആയിട്ട് മാറിയിട്ട് ആ ഒരു ഉണ്ടാക്കി വെച്ച പദാർത്ഥം തന്നെ മാറിപ്പോകും. അതുകൊണ്ടാണ് ഈ പുതുതായിട്ട് നിർമ്മിച്ച ഫെറസ് സൾഫേറ്റ് ലായനി എന്ന് പറയുന്നത്. അപ്പോൾ നൈട്രേറ്റ് അയോണ് പുതുതായി നിർമ്മിച്ച ഫെറസ് സൾഫേറ്റ് ലായനി, ഗാഢ സൾഫ്യൂരിക് ആസിഡ് എന്നിവയുമായി പ്രവർത്തിക്കുമ്പോൾ ഈ രണ്ട് ദ്രാവകങ്ങൾക്കിടയിലും ഒരു ബ്രൗൺ റിംഗ് എക്സ്പെരിമെന്റ് എന്നാണ് നമ്മൾ പറയാറ് തന്നെ, ഒരു തവിട് നിറത്തിലുള്ള വലയം രൂപപ്പെടുന്നുണ്ട്. അങ്ങനെ വന്നാൽ അത് നൈട്രേറ്റ് അയോൺ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയി? ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. ഇവിടെ നമ്മൾ 2-3 എക്സ്പെരിമെന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഇപ്പൊ നൈട്രേറ്റ് അയോണിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പുതുതായി നിർമ്മിച്ച ഫെറസ് സൾഫേറ്റ് ലായനി, ഗാഢ സൾഫ്യൂരിക് ആസിഡ് എന്നിവയുമായി പ്രവർത്തിക്കുമ്പോൾ ഒരു തവിട്ട് നിറത്തിലുള്ള വലയം രൂപപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് നൈട്രേറ്റ് അയോണിനെ തിരിച്ചറിയാനുള്ള പരീക്ഷണമാണ്. ഇനി സൾഫേറ്റ് അയോണുകളെ തിരിച്ചറിയാനാണെങ്കിൽ എങ്ങനെയാ? സൾഫേറ്റ് അയോണിനെ ബേരിയം ക്ലോറൈഡ് ലായനിയുമായിട്ട് പ്രവർത്തിക്കുക. എന്നിട്ട് ഈ ബേരിയം സൾഫേറ്റ് ഉണ്ടാവുന്നുണ്ടോ, അവിടെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ടോ നോക്കുക. എന്നിട്ട് അത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തത് ഈ ബേരിയം സൾഫേറ്റ് തന്നെയാണോ എന്നറിയാൻ വേണ്ടി അതിലോട്ട് എന്ത് ചെയ്യണം? ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടി ചേർക്കണം. ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? സൾഫേറ്റ് അയോൺ തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് ക്ലോറൈഡ് അയോണുകളെ തിരിച്ചറിയാനാണെങ്കിൽ എങ്ങനെയാണ്? ക്ലോറൈഡ് അയോണുകളെ തിരിച്ചറിയാൻ സിൽവർ നൈട്രേറ്റുമായിട്ട് പ്രവർത്തിപ്പിക്കുക. എന്നിട്ട് സിൽവർ ക്ലോറൈഡിന്റെ ഒരു വെളുത്ത അവശിഷ്ടം അവിടെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ലോറൈഡ് അയോൺ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. 3 രീതിയിലുള്ള അയോണുകളെ തിരിച്ചറിയാനായിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് നമ്മൾ പഠിച്ചത്. 1 ക്ലോറൈഡ് അയോണുകളെ തിരിച്ചറിയാൻ, 2 സൾഫേറ്റ് അയോണുകളെ തിരിച്ചറിയാൻ, 3 നൈട്രേറ്റ് അയോണുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. നൈട്രേറ്റ് അയോണിനെ തിരിച്ചറിയാൻ വേണ്ടി നടത്തുന്ന പരീക്ഷണത്തിൽ ഫെറസ് സൾഫേറ്റ് ലായനി, ഗാഢ സൾഫ്യൂരിക് ആസിഡ് ആണ് എന്നിവ പ്രവർത്തിക്കുമ്പോൾ രണ്ട് ദ്രാവകങ്ങൾക്കിടയിൽ ഒരു തവിട്ട് തരത്തിലുള്ള വലയം ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അതൊരു നൈട്രേറ്റ് ലവണമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അടുത്തത് കാർബണേറ്റ് ലവണങ്ങൾ തിരിച്ചറിയാനുള്ളതാണ്. കാർബണേറ്റ് ലവണങ്ങൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡ് നിർഗമിക്കുമ്പോൾ ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്യും? ചെറിയ ചെറിയ കുമിളകളൊക്കെ ഫോം ചെയ്യും. ഇവിടെ എക്സ്പെരിമെന്റ് ഉണ്ട്, നമ്മളത് വായിച്ചിട്ടില്ല. അപ്പോൾ കാർബണേറ്റ് ലവണങ്ങളാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യും? ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്താൽ അതിനകത്ത് ആ റിയാക്ഷൻ നടക്കുമ്പോൾ ചെറിയ ചെറിയ കുമിളകൾ വരും. അപ്പൊ ഇത് കാർബണേറ്റ് അയോൺ തന്നെയാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ കാർബൺ ഡയോക്സൈഡ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ ചുണ്ണാമ്പ് വെള്ളത്തിന് പാൽ നിറം വരുന്നുണ്ടെങ്കിൽ അതെന്താണ്? കാർബണേറ്റ് ലവണം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണേ? അപ്പൊ കാർബണേറ്റ് ലവണങ്ങൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡ് വരുന്നു. അപ്പൊ ആ കാർബൺ ഡയോക്സൈഡ് കാരണമാണ് ആ ടെസ്റ്റ് ട്യൂബിൽ ചെറിയ ചെറിയ കുമിളകൾ വരുന്നത്. ഈ കുമിളകൾ വന്നിട്ടുള്ളത് ഈ കാർബണേറ്റ് ലവണങ്ങൾ കാരണം തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ ഫോം ചെയ്ത ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തി വിടുന്നത്. അപ്പൊ അവിടെ പാൽ നിറം വരുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് കാർബണേറ്റ് ലവണങ്ങൾ തന്നെയായിരിക്കും. അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തന്നെ നമുക്ക് അവിടെ ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ഒരുപാട് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. നാരങ്ങ നീരെന്ത് ചെയ്യുക? ചുവന്ന ലിറ്റ്മസുമായി സമ്പർക്കത്തിൽ വരുമ്പോഴുള്ള മാറ്റം, അതുപോലെ നീല ലിറ്റ്മസുമായി സമ്പർക്കത്തിൽ വരുമ്പോഴുള്ള മാറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഇതൊരു വർക്കായിട്ട് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസുകളെ കുറിച്ചും ലവണങ്ങളെ കുറിച്ചും 8th സ്റ്റാൻഡേർഡ് ന്യൂ SCERT പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും വിട്ടുപോകരുത്. Thank you all.